ഹലോ. അതെ, ഞാൻ എൻ്റെ വീടിൻ്റെ പറമ്പിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ ഇപ്പോൾ ഒരു സമയം 6:45 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു പറമ്പിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് ചക്കയും മാങ്ങയും അങ്ങനെയുള്ള അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് കേട്ടോ. നാട്ടിൽ വരുമ്പോഴല്ലേ നിങ്ങൾക്ക് ഇതൊക്കെ കാണാനായിട്ടൊക്കെ പറ്റുള്ളൂ. എനിക്ക് ഇതൊക്കെ ഇങ്ങനെയാണ് കാണാൻ പറ്റുന്നത്. എന്നാൽ പിന്നെ നിങ്ങളെയും കാണിക്കാമെന്ന് വിചാരിക്കുകയാണ്. ജസ്റ്റ് ഉറങ്ങി എണീറ്റു നേരെ പറമ്പിലോട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ പറമ്പൊക്കെ ഒന്ന് കണ്ടാലോ. ചക്ക ഇപ്രാവശ്യം ഇല്ല എന്നാണ് അമ്മ പറയുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എൻ്റെ തലയൊക്കെ വെട്ടി കൊടുക്കില്ലേ. അപ്പോൾ അങ്ങനെയുള്ള വർഷം അതും ഉണ്ടാവില്ല അത്ര. വെള്ളം വീഴുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടാവും. എന്നാലും നമുക്കിവിടെ ഉള്ള ചെടികളൊക്കെ ഇവിടെ കൂടുതലും എൻ്റെ പോലെ ചെടിയല്ല വളർത്തുന്നത്. കൂടുതലും ഇങ്ങനെ മരങ്ങളും അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഫ്രൂട്ട് കിട്ടുന്ന മരങ്ങളും അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കാണാം. ഞാൻ അമ്മേരെ നൈറ്റാണ് ഇട്ടിരിക്കുന്നത്, സാരില്ല. അപ്പോൾ എന്താണെങ്കിലും നമുക്കിതൊക്കെ ഒന്ന് കാണാം. നല്ല രസമാണ് കേട്ടോ ഈ ഒരു സമയം. രാവിലെ നേരം ഇങ്ങനെ കാക്ക കരയുന്ന സൗണ്ട് ഉണ്ടാവും. നമ്മളവിടെ കാക്കയൊന്നും ഇല്ലല്ലോ. അപ്പോൾ കാക്കയുടെ സൗണ്ട് ഉണ്ടാവും, പൂച്ചയുടെ സൗണ്ട് ഉണ്ടാവും. നല്ല രസമാണ്. അപ്പം നമുക്ക് നമ്മുടെ ഫലമൂലാദികളൊക്കെ ഒന്ന് കാണാം. നമുക്ക് ഇവിടുത്തെ റംബൂട്ടാനിൽ നിന്ന് തന്നെ തുടങ്ങാം കേട്ടോ. ഇത് ഒരു 1-2 വർഷം മുന്നേ കൊണ്ടുവച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇപ്പോൾ വലിയ മണ്ണൊന്നും പറയില്ല, പക്ഷെ കുറച്ച് ഹൈറ്റിലേക്ക് മരം പോയിട്ടുണ്ട്. ലാസ്റ്റ് ഇയറൊക്കെ ഇതിൽ റംബൂട്ടാൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു ആര്യവേപ്പിൻ്റെ മരമുണ്ട് കേട്ടോ. ഇതിനൊക്കെ സെയിം ഏജിൽ ഗ്രൂപ്പിൽ പെട്ടിട്ടുള്ള മരങ്ങളാണ് കേട്ടോ. എൻ്റെ ചേട്ടനും ഈ നഴ്സറി ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ചേട്ടൻ കൊണ്ടുവച്ചിട്ടുള്ളതാണ്. ഇപ്പം 2 വർഷമായി ഈ ഒരു ഹൈറ്റിലേക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ മരമൊക്കെ നല്ല ഹൈറ്റിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ വീട് പണി നടക്കുകയാണ്. മേലെ ഭാഗത്ത് ഓൾറെഡി ഉണ്ട് 2 നില, പിന്നെ ബാക്കി കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് എടുക്കുന്നതാണ് കേട്ടോ. അതൊക്കെ പിന്നെ കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ കാണിച്ചു തരാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ പ്ലാവ് ഉണ്ട് എന്നുള്ളത്. പ്ലാവ് മാവൊക്കെ ഇതായിരുന്നു. 2-3 പ്ലാവ്, 4 പ്ലാവ് ഉണ്ട്. പക്ഷേ എല്ലാത്തിനെയും തല വെട്ടിയിട്ട് ഇരിപ്പാണ്. അതുപോലെ താഴെയും ആന്തച്ചക്കയുടെ മരം ഉണ്ടായിരുന്നു. അതും ഒരു വെട്ടിയിട്ട് പുതുതായിട്ട് മുളച്ചതിൻ്റെ ഇലകളും ബ്രാഞ്ചസൊക്കെ വരുന്നതേ ഉള്ളൂ. ഇവിടെ ഒരു മുരിങ്ങയുടെ മരവും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ മുരിങ്ങക്കായ ഉണ്ടാവാറുണ്ട് കേട്ടോ. അതുപോലെ കറിവേപ്പിലയുടെ മരമുണ്ട്. കറിവേപ്പിലയുടെ ചെടി എന്ന് വേണമെങ്കിൽ പറയാം, മരം എന്ന് വേണോ പറയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്താണെങ്കിലും കുറച്ച് ഹൈറ്റിൽ അതും ഉണ്ടായിരുന്നു. ഇവിടെ ഏറ്റവും കൂടുതലുള്ള സാധനം പപ്പായയാണ്. അപ്പോൾ ഇവിടെ റെഡ് ലേഡിയുടെ പപ്പായൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വലിയ മരമാകുമ്പോൾ പിന്നെ നമ്മൾ വെട്ടി കളഞ്ഞിട്ട് പിന്നെ അതിൻ്റെ കുരുവെല്ലാം വീണ് പുതിയത് മുളച്ച് ഉണ്ടായിട്ട് വരുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പോലെ ഒത്തിരി മരങ്ങളൊക്കെ ഉണ്ടെങ്കിലും എല്ലാത്തിൻ്റെയും കായ്ഫലം കാണാനുള്ള ഭാഗ്യം നമുക്കില്ല കേട്ടോ ഇത്തവണ. പിന്നെ ഇത് എൻ്റെ ചെറുപ്പം തൊട്ടേ ഞാൻ കാണുന്ന പുളിമരമാണ്. ഇത് ഇരുമ്പമ്പുളിയുടെ മരമാണ് കേട്ടോ. ഇതിൽ നിറയെ ഇരുമ്പമ്പുളി ഉണ്ടാവും. ഞാൻ കൊച്ചിലെ തൊട്ടേ കാണുന്നതാണ് ഈ 2 മരവും. ഇപ്പോഴും പൂത്തിട്ടൊക്കെ ഉണ്ട്, ഉണ്ടായി തുടങ്ങുന്നതേ ഉള്ളൂ. എല്ലാം ഇനി ഒരു അടുത്ത 6 മാസം കഴിഞ്ഞിട്ട് വരുമ്പോൾ വരുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പിന്നെ കുറേ കുട്ടി തൈകളൊക്കെ വേറെ മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഇവിടെ തന്നെത്താൻ മുളച്ച് വരുന്നതാണ്. ഇരുമ്പമ്പുളിയുടെ ഈ 2 മരം മാത്രം പഴയതാണ്, പണ്ട് തൊട്ടേ ഉള്ളതാണ്. എന്നെ കഴിഞ്ഞൊക്കെ പ്രായമുള്ള മരങ്ങളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ പിന്നെ ഇവിടെ കുറേ വാഴക്കൂട്ടം നിൽപ്പുണ്ട്. പിന്നെ ഇരുമ്പമ്പുളി അവിടെ ഇവിടെയൊക്കെ കാണാനുണ്ട്, എന്നാലും കുറേ ആയിട്ട് കാണാനില്ല. അതിനൊരു സമയമുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് കറിവേപ്പിലയാണ്. മുക്കിന് കറിവേപ്പില ചെടിയുണ്ട്. പിന്നെ ഇത് മൾബറി ഇല്ലേ, അതിൻ്റെ മരമാണ് കേട്ടോ. മൾബറി എന്ന് ഞാൻ പറയാൻ തോന്നുന്നു, എനിക്ക് പേരറിഞ്ഞൂടെ. ഇതിൻ്റെ കായില്ലാത്ത കാരണം കാണിച്ചു തരാനും ബുദ്ധിമുട്ടായിപ്പോയി. ഇത് സാധാരണ പപ്പായയാണെന്നാണ് അമ്മ പറഞ്ഞത് കേട്ടോ. അങ്ങനെ ഒരു 2-3 പപ്പായൻ്റെ തൈയൊക്കെ ഇവിടെ മുളച്ച് പൊന്നിയൊക്കെ നിൽപ്പുണ്ട്. റെഡ് ലേഡി അപ്പുറത്താണ് നിൽപ്പുള്ളത് കേട്ടോ. അതൊക്കെ ഉണ്ടാവുമ്പോൾ ഇവർ തന്നെ തിന്നുമായിരിക്കും. ഞാനൊന്നും തിന്നിട്ടൊന്നുമില്ല. ഓക്കെ, പറഞ്ഞു കേട്ടിട്ടുള്ള അറിവുള്ളൂ. പിന്നെ തെങ്ങ് ഒരു വലുത് ഇവിടെ ഉണ്ട്. അതിൽ കായ്ഫലമൊക്കെ ഇപ്പോൾ കുറവാണ് കേട്ടോ. ഇത് പണ്ട് തൊട്ടേ ഉള്ളതാട്ടോ. ഞാൻ ജനിച്ചപ്പോൾ കാണുന്ന തെങ്ങാണ്. അപ്പോൾ ഇത് ഇവിടെ നിൽപ്പുണ്ട്. അതുകൂടാണ്ട് ഇപ്പം 3 തെങ്ങ് വേറെ എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കൊടപ്പുളിയുടെ തൈയും പിന്നെ സപ്പോട്ടയുടെ ഒരു മരത്തിൻ്റെ തൈയും വച്ചിട്ടുണ്ട് കേട്ടോ. 2 അടുത്തടുത്താണ് നിൽപ്പ്. വലുതായി വരുമ്പോൾ മരങ്ങൾ നമ്മൾ കൂട്ടിമുട്ടെന്ന് തോന്നുന്നു. അതുപോലെ ചേമ്പിൻ്റെ തണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പരിപ്പ് കറിയിലൊക്കെ ഇട്ട് വയ്ക്കുമല്ലോ നമ്മൾ. ഇവിടുത്തെ ചേമ്പിൻ്റെ ഇല കണ്ടിട്ടുണ്ടെങ്കിൽ അത് എത്ര വലുതാന്ന് നോക്കിയേ. പക്ഷേ നമ്മുടെ വീട്ടിലുള്ളത് വളരെ ചെറുതാണ്. ഇതുപോലെ മണ്ണിൽ വെച്ചാലൊക്കെ തന്നെയാണ് ഇതുപോലെ വലുതൊക്കെ ഉണ്ടാവുള്ളൂ. എന്നാണെങ്കിലും ഒരു പൂതിക്ക് ഞാൻ നമ്മുടെ അവിടെ ചട്ടിക്കകത്ത് നട്ട് വെച്ചിട്ടുണ്ട്. വലുതാവുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ദിവസം കറി ആക്കാം.
പിന്നെ നമ്മൾ ഓണത്തപ്പന വെക്കില്ലേ ഓണത്തിന്, അപ്പോൾ അതിൻ്റെ നിറയിൽ വെക്കുന്ന പൂവുണ്ട് കേട്ടോ. ഇങ്ങനെ എന്താ പറയുക, കാവടി പോലെ ഇരിക്കും, അത് റെഡ് കളറിൽ. ആ ഒരു ചെടിയാണ് കേട്ടോ ഈ നിൽപ്പുള്ളത്. പണ്ട് ഇവിടെ ഒരു ആന്തമരം ഉണ്ടായിരുന്നു കേട്ടോ, വലുത്. ഞങ്ങളുടെ കുഞ്ഞിലേക്ക് ആന്തച്ചക്കൊക്കെ ഉണ്ടായിട്ട് ഒരുപാട് കഴിച്ചിട്ടുള്ള ഒരു ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ. നമ്മൾ വീഡിയോ എടുക്കാൻ വന്നിരിക്കുന്ന സമയം ശരിയല്ല കേട്ടോ, ഇതെല്ലാം കട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഒക്കെ പുതിയതാക്കി വെച്ചിരിക്കുന്ന സമയമാണ്. ഞാൻ മുന്നേ വന്നപ്പോൾ ഫ്രൂട്ടൊക്കെ ഉള്ള സമയമായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് സോറി. ഇത്രയും മരങ്ങളും ചെടികളൊക്കെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ചെടികൾ പൊതുവെ അമ്മ വളർത്തൽ കുറവാണ്. ഫ്രണ്ടിൽ കുറച്ചുണ്ട്, അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. അല്ലാതെ ഫ്രൂട്ട്സ് കിട്ടുന്ന അല്ലെങ്കിൽ വെജിറ്റബിൾസ് കിട്ടുന്ന മരങ്ങളും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിനി അകത്തേക്ക് പോവാം. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് പോവാം കേട്ടോ. വാ. ഞാൻ ഇങ്ങോട്ട് കയറി വരുമ്പോൾ അമ്മ പയറുപ്പേരി വെച്ചിട്ടുണ്ട്. നമ്മൾ തൃശ്ശൂർ ഉപ്പേരി എന്നാണ് പറയുന്നത്, മെഴുക്കുവരട്ടി എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഉപ്പേരി അമ്മ അതേ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ നോക്കാമെന്ന് വെച്ചിട്ട് നമ്മളിന്ന് ഉപ്മാവാണ് ഉണ്ടാക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നല്ലെങ്കിൽ ബട്ടർ അല്ലെങ്കിൽ നെയ്യ്, ഇതിലൊക്കെയാണ് നമ്മുടെ ഉപ്മാവ് പൊതുവെ ഉണ്ടാക്കാറുള്ളത്. ഇവിടെ ബട്ടർ ഉണ്ടായിരുന്നില്ല, അത് കാരണം കൊണ്ട് ഞാൻ നെയ്യാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാൻ എനിക്ക് പൊതുവെ താല്പര്യമില്ല. ഇവരൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നതും കൂടി ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ എനിക്കിവിടെ ഇരിക്കുന്ന സാധനങ്ങൾ എവിടെയാണ് എന്താണെന്നൊക്കെ ഭയങ്കര തപ്പിലാണ്. അതുകൊണ്ട് അമ്മ എല്ലാം എനിക്ക് എടുത്തു തരും. ഞാൻ വെറുതെ ഇങ്ങനെ ബൊമ്മയുടെ പോലെ നിന്ന് കുക്ക് ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പം തപ്പൽ വരും. നമ്മൾ പെരുമാറുന്ന അടുക്കളയല്ലല്ലോ, വല്ലപ്പോഴും വർഷത്തിൽ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം വരുമ്പോൾ കാണുന്ന അടുക്കളയാണ് ഇത്. അതും ഞാൻ വളരെ കുറവേ ഇവിടെ പണിയെടുക്കാറുള്ളൂ. കണ്ടോ, ഈ ഗ്യാസിൻ്റെ സ്റ്റൗവ് തന്നെ എനിക്ക് എങ്ങോട്ടാണ് തിരിക്കേണ്ടതെന്ന് തന്നെ എനിക്ക് ആകെ ബബ്ബയായിരുന്നു കേട്ടോ. തുടക്കത്തിൽ അങ്ങനെ ആയിരിക്കും. പിന്നെ അമ്മ ഇവിടെ സവോളയും ക്യാരറ്റും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇട്ട് ഞാനൊന്ന് വഴറ്റി ഇതിലൊക്കെ കുറച്ച് പച്ചക്കറിയൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ഉണ്ടാക്കാറുള്ളത് കേട്ടോ. ഞാൻ മിക്കപ്പോഴും നേരം ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഞാൻ വെറുതെ പ്ലെയിൻ ഉപ്മാവൊക്കെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ അതിട്ടിട്ട് ഒന്ന് വഴറ്റി കുറച്ച് ഉപ്പൊക്കെ ഇട്ടു. എല്ലാത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം കേട്ടോ. ഇവിടെ നിന്ന് തൊട്ട് അറ്റം വരെ നടക്കണം. അടുക്കളയൊക്കെ നല്ല വലുതാണ്, നമ്മുടെ ബാംഗ്ലൂരുള്ള പോലെയല്ല. ഇവിടുത്തെ അടുക്കളയൊക്കെ നല്ല വലുത്. പൊതുവെ നമ്മുടെ നാട്ടിൽ അങ്ങനെ തന്നെയാണ്. അപ്പം ഇങ്ങനെ ഒരു സാധനം എടുക്കാൻ അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരണം, അങ്ങനെയൊക്കെയാണ് കേട്ടോ ഒരു സിസ്റ്റം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇച്ചിരി ഒരു നുള്ള മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്, ഒരു ചെറിയൊരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഏറ്റവും ടെൻഷൻ ഉപ്പ്, എരിവ്, ഇതിൻ്റെയൊക്കെ അളവാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കി എനിക്ക് കുറേ ക്വാണ്ടിറ്റി ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ ഇവിടെ കണ്ടോ, നമുക്ക് ഒരു ഗ്ലാസ് പോലും വേണ്ട റവ. ഇവിടെ 2 വലിയ പാത്രം നിറച്ചാണ് എടുത്തിരിക്കുന്നത്, കാരണം ഇവിടെ അത്രയും ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ഇട്ടിട്ട് ഞാൻ സാധാരണ ചെയ്യണ പോലെ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ പിന്നെ വെറുതെ ഇവിടെ ഇരുന്നിരുന്ന കുറച്ച് കാഷ്യൂനട്ടൊക്കെ എടുത്ത് ഇതിലേക്ക് ആഡ് ചെയ്തു കേട്ടോ. ചുമ്മാ കണ്ടപ്പോൾ ആഡ് ചെയ്തതാണ്. പിന്നെ എത്രയാണോ നമ്മളിപ്പോൾ 1 കപ്പിന് 1 കപ്പ് വെള്ളം, അതിൻ്റെ കൂടെ തരിയും കൂടി അധികം ഉപയോഗിക്കും. അതേപോലെ തന്നെ ഇവിടെ ഞാൻ ആ പാത്രത്തിലാണ് മെഷർമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ 2 പാത്രം വെള്ളം എടുത്തു, ഇച്ചിരി കൂടിയും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരു 1/4 ഗ്ലാസ് അധികം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് പതുക്കെ ഇച്ചിരി നെയ്യൊക്കെ ചേർത്ത് പതുക്കെ ഉലർത്തി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഞാനിങ്ങനെയാണ് ഉപ്മാവ് ഉണ്ടാക്കുന്നത്. നല്ല സോഫ്റ്റായിരിക്കും. പതുക്കെ ചെറിയ ചൂടിലിട്ടിട്ട് വേണം ഇങ്ങനെ ചെയ്തെടുക്കാൻ. നല്ല ഫ്ലഫി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്മാവ് നമുക്ക് കിട്ടും. ബട്ടർ ചേർത്താൽ പ്രത്യേകം ഞാൻ പറയേണ്ട, നല്ല ബട്ടറി ആയിട്ടുള്ള ഉപ്മാവായിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും തനുക്കുട്ടി ഇതേ ബാലരമയും പിടിച്ചിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് മനസ്സിലായിട്ടില്ല ഇത് ഏതാ ബുക്ക് എന്നുള്ളത്. തനുക്കുട്ടി എന്താ വായിക്കണേ? ഇവിടെ പണ്ടുണ്ടല്ലോ, ഞാനും ചേട്ടനും ചെറുത്തായിരുന്നപ്പോൾ തൊട്ട് ഇങ്ങനെ ബാലരമ വരുത്തായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ ബാലരമ എന്ന് പറയുന്ന ബുക്ക്. ഇത് കണ്ടോ, ഇത് ഇപ്പോഴും ഇവിടെ വരുത്തുന്നുണ്ട് കേട്ടോ. ഇപ്പോഴും എൻ്റെ ചേട്ടൻ ഈ ബുക്ക് വായിക്കും. എല്ലാ ഫ്രൈഡേ ഇത് വരും. അപ്പോൾ അല്ല, ഇപ്പം ദിവസം അറിയുന്നുണ്ട് അല്ലേ. വരുന്നത് ഇന്ന് ഫ്രൈഡേ ആണോ, ഇന്ന് തേഴ്സ്ഡേ. ഓക്കെ, ഇത് മുന്നേക്ക് ഫ്രൈഡേ വന്നിട്ടിരുന്നത്, ഇപ്പം തേഴ്സ്ഡേ ആക്കിയിട്ടുണ്ട്. വ്യാഴാഴ്ച ദിവസമാണ് ഈ ബുക്ക് ഇപ്പോൾ വരുന്നത്. അപ്പോൾ നോക്കി, ഇപ്പം ഇന്ന് വന്നിട്ടുള്ള ബുക്കാണ് കേട്ടോ ഇത്. ഇത് വായിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ എൻ്റെ ചേട്ടൻ ഉറക്കം വരില്ല. ഈ ബുക്ക് വായിച്ചാലാണ് ബാത്റൂമിൽ പോകാൻ പറ്റുള്ളൂ, ഈ ബുക്ക് വായിച്ചാലാണ് ഉറക്കം വരുള്ളൂ. അപ്പോൾ അത് കാരണം ഇപ്പോഴും എൻ്റെ ചേട്ടൻ ഈ ബുക്ക് വായിക്കും കേട്ടോ. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇത് വന്നിട്ടുണ്ട് ഇന്നത്തെ ദിവസം. കഥ തനുക്കുട്ടിക്ക് ഞാൻ ഈ കഥ പറഞ്ഞു കൊടുക്കാനേ. തനുക്കുട്ടി കഥ പറഞ്ഞു. കുട്ടിച്ചാത്തനോ? കുട്ടിച്ചാത്തൻ
പപ്പ എവിടെ പോയി? എവിടെ കുട്ടിച്ചാത്തൻ? ഇതാണോ? 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 സ്ഥിരമായിട്ടുണ്ടായിരുന്ന കഥകൾ ഏതെന്നൊക്കെ അറിയോ? മായാവി, സൂത്രനും ശരി, അക്കു ഇക്കു, ഇതൊക്കെ പണ്ട് തൊട്ടുള്ള കഥകളാണ്. ഇപ്പോൾ കറൻ്റ്ലി നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ഒരു ത്രെഡ് ഇതിലിങ്ങനെ എഴുതിയിട്ടുണ്ടാവില്ല, അത് ഇതിലുണ്ട്, അതിപ്പോഴും ഉണ്ട്. പിന്നെ ഡുണ്ടുമോൻ, കൊച്ചുകുട്ടികൾക്ക് വായിച്ചു കൊടുക്കാനുള്ള സ്റ്റോറീസ് ഉണ്ട്. ശിക്കാരി ശംഭു, ഇതൊക്കെ പണ്ട് തൊട്ടുള്ളതാണ്. മായാവി, കുട്ടിച്ചാത്തൻ, ശുപ്പാണ്ടി. ഇത് കണ്ട, ഇത് ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ. ഇതില് ഈ സൂത്രനും ഷേരും സ്റ്റോറിയില്ലേ, അതിന്റെ സൂത്രന്റെയും ഷേരുവിന്റെയും കുട്ടിക്കാലം എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോറി ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. പക്ഷെ ഈ ബുക്ക് പണ്ട് നമുക്കിങ്ങനെ TV കാണാം, മൊബൈൽ കാണാം, അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലല്ലോ. അപ്പം അന്നേരം നമുക്കുള്ളൊരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഈ ബുക്ക് വായിക്കുക. ഇത് ഞാനും ചേട്ടനത് പൊരിഞ്ഞടിയാണ് ഈ ബുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, ഫസ്റ്റ് വായിച്ച് തീരാൻ ഒക്കെ. എനിക്കിത് ഏത് കഥയാണ് പറയണ്ടേ? കുട്ടിക്ക് ഈ കഥ വായിച്ചാൽ മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒന്നാമത്തേത് മലയാളം വലിയ ടച്ചൊന്നുമില്ല. ഇതെങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് അറിയോ? ഇത് ഇവർ പറയുന്ന പോലെയാണ് നമ്മൾ വായിക്കേണ്ടത്, മനസ്സിലായോ? ഈ അമ്മൂമ്മ പറയുന്നു, അത് തന്നെ ഇമാജിൻ ചെയ്യണം, മനസ്സിലായോ? ഓക്കെ. മായാവി നമ്മൾ വായിക്കണം. ഒരു ദിവസം ഈ അമ്മൂമ്മയുടെ പേരാണ് ഡാഗിനി. ഇതാണ് മായാവി. ഇത് മായാവി, ഇത് ലുട്ടാപ്പി, ഇത് ഡാഗിനി അമ്മൂമ്മ, മനസ്സിലായോ? ഡാഗിനി അമ്മൂമ്മ പറയാണ്, ഇതാരീ നട്ടുച്ചയ്ക്ക് ടോർച്ചുമായി നടക്കുന്നത്? പാറക്കല്ല് കാണാനും ടോർച്ചടിക്കണോ? ഇയാള് കണ്ടോ, ഇയാള് ഇവിടേക്ക് ടോർച്ചടിക്കുക. ഈ പാറക്കല്ല് എന്ന് വെച്ചാൽ റോക്ക്. ഇതെവിടെ അടിക്കുന്നു? പാറ പോയി. കണ്ടോ, ഇയാള് ഇതുമ്പേക്ക് ടോർച്ചടിച്ചപ്പോഴത്തേക്കും പാറക്കല്ല് കാണാനില്ല, പാറ പോയി. ഇത് ചിരിക്കുക. ഹലോ, ഞാൻ തിരിച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ വണ്ടി എടുത്തില്ല. ഞാൻ മോളിൽ ഫോൺ വെച്ചിട്ട് കാര്യങ്ങൾ വെച്ചത്. അതിനിടയ്ക്ക് എൻ്റെ ഒരു കസിൻ സിസ്റ്റർ ഫോൺ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ എന്തോ കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഇടയിൽ തനക്കുട്ടി ഫോൺ എടുത്ത് പോയിട്ട് പകർത്തിയ ഭാഗമാണ് കേട്ടോ ഇത്. അപ്പോൾ അത് വരുന്നത് എൻ്റെ അച്ചമ്മയാണ്. ഇപ്പോൾ തനക്കുട്ടിയുടെയൊക്കെ കൂടെ ഏറ്റവും കൂടുതൽ കളിക്കുന്ന ആളാണ് കേട്ടോ ആ വരുന്നത്. തനുവിന് മാത്രമല്ല ജാനിയുടെ കൂടെയും. അപ്പം എൻ്റെ വീടിൻ്റെ ഹോം ടൂറൊക്കെ ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ കാണിക്കാം. കാരണം ഇവിടെ മേലെ പണി നടക്കുകയാണ് കേട്ടോ. അതായത് മുകളിൽ അപ്സ്റ്റെയർ ഉണ്ട്, എന്നാലും കുറച്ച് ഭാഗം ബാക്കിലോട്ട് വെറുതെ പ്ലെയിനായിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഇപ്പോൾ റൂംസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് 4 BHK ആണ്, 4 ബെഡ്റൂമാണ് ഉള്ളത്. അതിൻ്റെ കൂടെ വേറെ 2 റൂമും കൂടി മേലെ എക്സ്ട്രാ പണിതുകൊണ്ടിരിക്കുക. അപ്പോൾ അത് ഞാൻ പിന്നീട് കാണിക്കാം. പിക്കുമോൻ ദേ ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. അവൻ എണീറ്റിട്ടൊന്നുമില്ല. അപ്പോൾ ലൈറ്റൊന്നും ഇടാണ്ട് തനുകൂടി ചുമ്മാ എടുത്ത ഭാഗമാണ് കേട്ടോ ഇത്. നമ്മൾ അടുത്ത കഥ വായിക്കാൻ പോകാൻ കേട്ടോ. ഏത് കഥ വായിക്കണ്ടേ? തന്നൂടി ഏത് കഥ വായിക്കുന്നത്? ഇത് കങ്കാരു, ചാടി നടക്കാത്ത കങ്കാരു. മിഠായിക്കളൻ. 5 രൂപയ്ക്ക് 5 മിഠായി കിട്ടിയ കുഞ്ചുവിൻ്റെ വായിൽ കപ്പലോടി. മിഠായി പെട്ടെന്ന് വായിലോട്ടിട്ടപ്പോൾ തട്ടിയെടുത്തൊരു കള്ളൻ കാക്ക. പാടാൻ പറ്റുമോ? പാടി നോക്കി. 5 രൂപയ്ക്ക് 5 ക്യാൻഡി അല്ല, മിഠായി. പാടിക്കേ. 5 രൂപയ്ക്ക് 5 മിഠായി കിട്ടിയ പാടിക്ക്. കാക്കല്ല, 5 രൂപയ്ക്ക് 5 മിഠായി കിട്ടിയ പാട്. 5 രൂപയ്ക്ക് 5 മിഠായി കിട്ടിയെന്ന് പാട്. കുഞ്ചുവിന്റെ വായില് കപ്പലോടി. കപ്പല്ല, കപ്പലോടി.
കുഞ്ചുന്റെ വായിൽ കപ്പലോടി മിഠായി പെട്ടെന്ന് വായിലോട്ടിട്ടപ്പോൾ മിഠായി പെട്ടെന്ന് തട്ടിയെടുത്തയ്യോ കള്ളങ്കാക്ക. കുറുക്കത്തി കൊതിച്ചി. കുറുക്കത്തി മാളത്തിൽ പായസം വെച്ചു. പാട്. കുറുക്കത്തി മാളത്തിൽ പായസം വെച്ചു. പാട്. കുറുക്കത്തി മാളത്തിൽ പായസം വെച്ചു. കഴിക്കൂ. അതിനെ കൊടുക്കണ്ട, അത് കഴിക്കില്ല. കുഞ്ഞില്ല എനിക്ക് വേണമാ. ബാലരമ വായനയ്ക്ക് ശേഷം അടുത്ത കലാപരിപാടിയായിരുന്നു ചോറും കൂട്ടാനും വെച്ചിട്ടുള്ള കളി. അപ്പോൾ ഈ 6 60 ഒരുപോലെയെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇവിടെ 6 60 അല്ല, 5 വയസ്സാണ് തനുക്കുട്ടിക്ക്. അമ്മമ്മയ്ക്ക് 90 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരാണ് ഇപ്പോൾ ഫ്രണ്ട്സായിട്ടിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നല്ല രസമാണ് കേട്ടോ സംസാരിക്കുന്നതും കളിക്കുന്നതും ഒക്കെ കേൾക്കാനായിട്ട്. അച്ഛമ്മ വളരെ കാര്യമായിട്ടിരുന്ന് ആ പാവക്കുട്ടിയോട് വർത്താനമൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇതാണ് ഇവരുടെ കുട്ടി കേട്ടോ. അച്ഛമ്മേനെ നോക്കാൻ ഏൽപ്പിച്ചേക്കാണ് തനുക്കുട്ടി. ഞാനും ചെറുപ്പത്തിലെ ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. എൻ്റെ കളികൾ ഇതൊക്കെ തന്നെയായിരുന്നു. ചോറും കൂട്ടാനും വെച്ച് കളിക്കുക, തന്നെത്താൻ ഇമാജിൻ ചെയ്ത് വർത്താനം പറയുക, കുട്ടീനെ സ്കൂളിലാക്കുക, തിരിച്ചു കൊണ്ടുവരിക, ഇതൊക്കെ തന്നെയായിരുന്നു എൻ്റെയും പരിപാടികൾ കേട്ടോ. അത് തന്നെയാണ് കേട്ടോ തനുക്കുട്ടിയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ ബാംഗ്ലൂരാണെങ്കിലും ഇവിടെ ആണെങ്കിലും അവളുടെ മെയിൻ കളി എന്ന് പറയുന്നത് ഈ ചോറും കൂട്ടാനും വെച്ചിട്ടുള്ള കളി തന്നെയാണ്. ഒരുവിധം പെൺകുട്ടികൾക്കെല്ലാം അങ്ങനെ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് തനുക്കുട്ടിയിലൂടെ എന്നെ തന്നെയാണ് കേട്ടോ കാണാനായിട്ട് സാധിക്കുന്നത്. അത് ഒരു രസമാണ് അല്ലേ പെൺകുട്ടികൾ ഉണ്ടാവുക എന്ന് പറയുന്നത്. അവരുടെ കളിയും ചിരിയും എല്ലാം ഭയങ്കര രസമാണ് കേട്ടോ. അത് ആസ്വദിച്ചവർക്ക് അത് മനസ്സിലാവുള്ളൂ. ഞാനിപ്പോൾ അത് ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് കാരണം കൊണ്ടാണ് ഞാനത് പറഞ്ഞത് കേട്ടോ. അപ്പോഴത്തേക്കും മീൻകാരൻ ചേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ. പണ്ട് ഈ ഒരു ഏട്ടനൊന്നും ആയിരുന്നില്ല, സായി എന്ന് പറഞ്ഞിട്ടൊരു മീൻകാരൻ ചേട്ടൻ വരുമായിരുന്നു കേട്ടോ. സ്ഥിരം അമ്മ അവിടെ നിന്ന് മേടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ എനിക്ക് അയല കൂട്ടണം എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മളവിടെ അയല മേടിക്കാറില്ല, ശരത്തേരും കൂട്ടില്ല. അതുകൊണ്ട് കൊണ്ട് വല്ലപ്പോഴും ഒരു പ്രാവശ്യം വാങ്ങിച്ചെങ്ങായി. അപ്പോൾ ചാളി അയലൊക്കെ കണ്ടപ്പോൾ നല്ല ഫ്രഷ് മീൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൊതിയായിപ്പോയി. അപ്പോൾ അമ്മ എനിക്കിഷ്ടപ്പെട്ട മീനുകളാണ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല. വർത്താനം പറഞ്ഞ് തീരാത്തതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ പോയില്ല. അപ്പോൾ അടുത്ത വ്ളോഗിൽ വീണ്ടും നമുക്ക് കാണാം. ബായ്.